ഹെഡ് നന്നായി ഡൗൺവേർഡ് പോസ്ചറിലേക്ക് വരുന്നതാണ്. അതിനാൽ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ നന്നായി ത്വരിതപ്പെടുന്നു. ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ നിൽക്കുന്നതിന് അധോമുഖ ശ്വാനാസനം നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് നമുക്ക് വളരെ ലളിതമായി കാൽവിരലുകളിൽ ഉയർന്നുകൊണ്ട് ചെയ്യാം. പറ്റാവുന്നവർക്ക് കാൽപാദങ്ങൾ രണ്ടും ഫ്ലോറിൽ പതിച്ചു വെച്ച രീതിയിലും പർവ്വതാസൻ അഥവാ അധോമുഖ ശ്വാനാസൻ പ്രാക്ടീസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ രജിത കെ അജീഷ്, ആയുർവേദ ഡോക്ടറാണ്. കൂടെ തന്നെ അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്തു വരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അധോമുഖ ശ്വാനാസൻ അല്ലെങ്കിൽ പർവ്വതാസൻ എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു യോഗാസനം പരിചയപ്പെടാം. ഇതിൻ്റെ പ്രത്യേകത ഹെഡ് നന്നായി ഡൗൺവേർഡ് പോസ്ചറിലേക്ക് വരുന്നതാണ്. അതിനാൽ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ നന്നായി ത്വരിതപ്പെടുന്നു. ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ നിൽക്കുന്നതിന് അധോമുഖ ശ്വാനാസനം നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല ഹാർട്ടിലേക്കുള്ള സർക്കുലേഷനും നന്നായി കൂടുന്നു. ഡയബറ്റീസ്, കൊളസ്ട്രോൾ, തൈറോയ്ഡ് തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു ആസനമാണ് അധോമുഖ ശ്വാനാസൻ. മാത്രമല്ല ലെഗ് മസിൽസ്, ബാക്ക് ആൻഡ് ഫ്രണ്ട് മസിൽസ് നന്നായി സ്ട്രെച്ച് ചെയ്യപ്പെടുന്നത് കാരണം ലെഗ് പെയിൻ നന്നായി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഇത് നമുക്ക് വളരെ ലളിതമായി കാൽവിരലുകളിൽ ഉയർന്നുകൊണ്ട് ചെയ്യാം. പറ്റാവുന്നവർക്ക് കാൽപാദങ്ങൾ രണ്ടും ഫ്ലോറിൽ പതിച്ചു വെച്ച രീതിയിലും പർവ്വതാസൻ അഥവാ അധോമുഖ ശ്വാനാസൻ പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ബെല്ലി ഫാറ്റ് നന്നായി കുറയുന്നതിനും സ്ത്രീകളുടെ പ്രധാനമായിട്ടും PCOD, ഫൈബ്രോയിഡ്, മെൻസ്ട്രൽ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ എന്നിവ കുറയ്ക്കുന്നതിനും പർവ്വതാസൻ അഥവാ അധോമുഖ ശ്വാനാസൻ ഹെൽപ്പ് ചെയ്യുന്നു. മെൻ്റലി നമ്മളെ ബാധിക്കുന്ന ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയ അസുഖങ്ങൾക്ക് വളരെ ഫലപ്രദമായ രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് അധോമുഖ ശ്വാനാസനം സഹായിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് അധോമുഖ ശ്വാനാസനം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. അധോമുഖ ശ്വാനാസൻ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായി ഈ രീതിയിൽ മാറ്റിൽ നിൽക്കാം. അതായത് ഷോൾഡറിന് നേരെ താഴെ രണ്ട് കൈകളും പതിച്ചു വയ്ക്കാം. കൈകൾ തമ്മിലുള്ള അകലം ഷോൾഡർ വിഡ്ത്തായി മെയിൻറ്റെയിൻ ചെയ്യാം. കാൽമുട്ടുകൾ തമ്മിലുള്ള അകലവും ഷോൾഡർ വിഡ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. കാൽമുട്ടുകൾ ഹിപ്പിന് നേരെ താഴെയായി വയ്ക്കാം. അതിനുശേഷം കാൽ വിരലുകൾ ഫ്ലോറിൽ പ്രസ് ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാൽ വിരലുകളുടെ അറ്റങ്ങളിൽ ടിപ്പ് ഓഫ് ഫിംഗേഴ്സിൽ ഉയരാം. ഹെഡിനെ മാക്സിമം ഡൗൺ ചെയ്ത് കൊടുക്കാം. ആൻഡ് എക്സേൽ, കാൽപാദങ്ങൾ രണ്ടും ഫ്ലോറിൽ പതിച്ച് വയ്ക്കാൻ ട്രൈ ചെയ്യാം. ഈ രീതിയിൽ പതിച്ച് വയ്ക്കാൻ ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഹീൽ കുറച്ച് ഉയരത്തക്ക രീതിയിൽ ഈ രീതിയിൽ നന്നായി പ്രസ് ചെയ്ത് പിടിക്കാം. 2-3 മാസങ്ങൾക്ക് ശേഷം പാദങ്ങൾ പതിച്ച് വയ്ക്കുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ഹെഡ് നന്നായി ഡൗൺ ചെയ്ത് കൊടുക്കാം. 2 കാൽപാദങ്ങളിലേക്കും നന്നായി നോക്കാം. സാധാരണഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കാം. റിലാക്സ്. ഈ രീതിയിൽ അധോമുഖ ശ്വാനാസൻ വളരെ ലളിതമായി എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാം. കാൽ വിരലുകളിൽ നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായി ലെഗ് മസിൽ സ്ട്രെച്ച് ആയതിനു ശേഷം കാൽപാദങ്ങൾ പതിച്ച രീതിയിൽ അധോമുഖ ശ്വാനാസനം ചെയ്യാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി പരിചയപ്പെടുന്നത് വരെ നന്ദി, നമസ്കാരം.